മൂക്കിന്റെ പാലം പൊട്ടിയെന്നും പറയും, തലയിന്റെ എല്ല് പൊട്ടിയെന്നും പറയും, കയ്യും കാലും ഇല്ലെന്ന് പറയും. എന്തും പറയാൻ മടിയില്ലാത്തൊരു പാർട്ടി, എന്തും പ്രചരിപ്പിക്കാൻ മടിയില്ലാത്തൊരു പാർട്ടി. അവർക്ക് എന്തായി പേരാമ്പ്രയിലെ ലക്ഷ്യം? ഇവിടെ വളരെ ശാന്തമായി ജീവിക്കുന്ന ജനത, ആ ജനതക്കിടയിൽ സംഘർഷം ഉണ്ടാക്കണം. ആ സംഘർഷത്തിൽ ഇപ്പോൾ മുസ്ലിം ലീഗ് UDF-നോടൊപ്പമാണ്. ആ സംഘർഷം വർദ്ധിക്കുമ്പോൾ ഈ കോൺഗ്രസിന്റെ അകത്തുള്ള കുറെ ഭീരുക്കളുണ്ട്, നെഞ്ഞൂന്തി നടക്കുന്നില്ലേ? അഭ്യാസികളായിട്ട് ഒരടി പൊട്ടിയാ പിന്നെ ഒരു അഭ്യാസി ഉണ്ടാവില്ല. പിന്നെ ലീഗുകാരെ പിടിച്ച് മുമ്പിലിടും. അപ്പൊ ലീഗുകാരും മാർക്സിസ്റ്റുകാരും നമ്മൾ ഏറ്റെടുക്കും. വളരെ സന്തോഷം. കെങ്കേമം, അപാര ബുദ്ധി, അതിവിടെ പ്രയോഗിക്കാമല്ലേ? ഇതിനാണല്ലോ പുറപ്പെട്ടത്. അതിനായിരുന്നല്ലോ UDF ഇവിടെ പ്ലാൻ ചെയ്തത്. കോൺഗ്രസ് UDF എന്ന് ഞാൻ പറയുന്നില്ല. എനിക്കതുകൊണ്ട് മുസ്ലിം ലീഗുകാരോടാണ് പറയാനുള്ളത്. നിങ്ങൾ ഈ കോൺഗ്രസിന്റെ ഈ നിലവാരമില്ലാത്ത MP ആയി എന്നുള്ളത് കൊണ്ട് നിലവാരം ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് നിലവാരമില്ലാത്ത ഏതെങ്കിലും ഒരു നേതാവിന്റെ പിന്നാലെ നടന്ന് നിങ്ങൾ നാണം കെടരുത്. നിങ്ങൾ ഉയർന്ന് ചിന്തിക്കണം. ഈ കോൺഗ്രസിൽ എങ്ങനെ താങ്ങി നടക്കണോ നിങ്ങൾ ആലോചിച്ച് നോക്ക്. അത് കേരളത്തിനും കേരള രാഷ്ട്രീയത്തിനും ഈ പ്രദേശത്തിനും ഗുണകരമാണോ? ഇത്തരത്തിലുള്ള നടപടി